ചെടികളെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? എനിക്ക് തോന്നുന്നു ഒട്ടുമുക്കാലും ആൾക്കാർക്ക് ചെടിയെ വളർത്താൻ ഇല്ലെങ്കിലും അവയെ കാണുവാനും അവയുടെ ഭംഗി ആസ്വദിക്കാനും എല്ലാവർക്കും ഒരു താല്പര്യമുണ്ട്. ഇനിയിപ്പോൾ ഒട്ടും ഇഷ്ടമില്ലെന്ന് പറഞ്ഞാലും നല്ല ചെടികളെ കണ്ടാൽ നോക്കാതെ പോകുന്നവർ ആരും കാണത്തില്ല. അപ്പോൾ എനിക്കും ചെടികളെ ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ചെടികളെക്കുറിച്ചുള്ള ഒത്തിരി വീഡിയോകൾ ഞാൻ ചെയ്യുന്നത്. ഈ അടുത്ത കാലങ്ങളിലായിട്ട് എവിടെ യാത്ര പോയാലും ചെടികൾ വിൽക്കുന്നതായ നഴ്സറികളിൽ ഞാൻ കയറാറുണ്ട്. എത്ര സമയമില്ലെങ്കിലും ഒന്ന് കയറി ഒരു സന്ദർശനമൊക്കെ നടത്തും. അവിടെ എനിക്കിഷ്ടമുള്ള ചെടി ഏതാണോ അതല്ല ഇനിയും എൻ്റെ കളക്ഷനിലില്ലാത്ത ചെടികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് എത്ര വില കൊടുത്താണെങ്കിലും ഞാൻ വാങ്ങിക്കാറുണ്ട്. തന്നെയല്ല, ഇനിയും നമ്മുടെ വീട്ടിൽ ഒരു ചെടി നിൽക്കുന്നുണ്ടെങ്കിലും അതിനത്ര ഭംഗിയില്ല അല്ലെങ്കിൽ അതിനത്ര കരുത്തില്ല എങ്കിലും ആ നഴ്സറിയിൽ അതുപോലെ നല്ല കരുത്തായിട്ട് ചെടി നിൽക്കുകയാണെങ്കിൽ ആ ചെടിയും വാങ്ങിച്ച് എടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ദുർസ്വഭാവങ്ങൾ എനിക്കുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്വഭാവങ്ങളുണ്ടോ എന്നറിയത്തില്ല, എന്നെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങൾ പെരുമ്പാവൂർ ഒരു ചെറിയൊരു യാത്ര പോയി. ആ പോയ വഴിക്ക് ഒരു ചെടിയുടെ നഴ്സറി കണ്ടു. അവിടെ ഞാൻ കയറി. അതൊരു ഈ കാർഷിക വിപണന മേളയായിരുന്നു. അവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. കൃഷി സംബന്ധമായ ഒത്തിരി കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. സത്യത്തിൽ ചെടി മേടിക്കാനായിട്ടൊന്നും അല്ലെ ചെടി വാങ്ങണമെന്നുള്ള രീതിയിലൊന്നും ഞാൻ അവിടെ കയറിയതല്ല. എന്തെങ്കിലും നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ടാവും, കൃഷിയെ സംബന്ധിച്ചുണ്ടാവും എന്നുള്ള ധാരണയിൽ ഞാൻ കയറിയതാണ്. പക്ഷേ പെട്ടെന്നാണ് ഈ ചെടി എൻ്റെ കണ്ണുകളിലേക്ക് ഉടക്കിയത്. ഒത്തിരി ഇലച്ചെടികൾ അവിടെ ഉണ്ടായിരുന്നു. എങ്കിലും ഈ ചെടിയെ കണ്ടപ്പോൾ എനിക്കൊരു വെറൈറ്റി തോന്നി. ആദ്യം ഞാൻ ഓർത്തു ഇനിയും പുതിയ സൈസ് ഓമ വല്ലതും. ഓമ എന്ന് പറയുന്നത് അറിയാമല്ലോ, ഓമയ്ക്ക, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ അതിന് പല പേരുകളാണ് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഓമ മരം എന്ന് പറയും. അതിൻ്റെ ഇലയാണെന്നാണ്. അത് വേറെ ഇനിയും രീതിയിലുള്ള ഓമമരം വല്ലതും ഉണ്ടായതായിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. എന്നാലും അവിടെ നിന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു ഇതൊരു ചെടിയാണ്, ഇതിനല്പം വിലയുള്ള ചെടിയാണ്, പക്ഷേ ഇതെല്ലായിടത്തും കാണാറില്ല, അധികം ആൾക്കാർ ഇത് മേടിക്കാറും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് ആ ചെടിയെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അതൊരു ഇൻഡോർ പ്ലാന്റാന്ന് പറഞ്ഞു. സിറ്റൗട്ടുകളിൽ അല്ലെങ്കിൽ വെളിച്ചം കിട്ടുന്നതായ സ്ഥലങ്ങളിൽ ഇതിനെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഇലകൾക്ക് ഈ ഓമ മരത്തിൻ്റെ ഇലയുടെ ഒരു സാദൃശ്യമുണ്ട്. ഒരു ചെടിയാണെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഓമ മരത്തിൻ്റെ ഇല ഇതാ കേട്ടോ. ഓമ മരം അതിൻ്റെ ഇല വലിയ വലിപ്പമുള്ള ഇലയാണ്. പക്ഷേ ഇതിന് അത്രയും വലിപ്പമൊന്നുമില്ല. നമ്മുടെ ഒരു കൈപ്പത്തിയുടെ വലിപ്പമേ ഇതിന് വരുന്നുള്ളൂ. പക്ഷേ ആകൃതി അല്ലെ ഡിസൈനൊക്കെ ആ മരത്തിൻ്റെ ഇല പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ അതുപോലെ വലിയ പ്ലാന്റ് ആകുന്ന ഒരു മരമാണോ അല്ലയോ ഒന്നും എനിക്കറിയത്തില്ല. ചട്ടികളിലാണ് ഇത് വളർത്തുന്നതുകൊണ്ട് ചിലപ്പം ചെറിയ ചെടിയായിട്ട് വളരുന്നതായിരിക്കും. എനിക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇങ്ങനെയൊരു പ്ലാന്റ് കണ്ടു, അത് കണ്ടപ്പം വാങ്ങിച്ചു എന്നേ ഉള്ളൂ. അദ്ദേഹം അതിൻ്റെ 3 പ്ലാന്റേ എടുത്തിട്ടുള്ളായിരുന്നു. 2 പ്ലാന്റും സെയിലായിപ്പോയി. ഇനി ഈ ഒരു പ്ലാന്റ് കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് എനിക്ക് തന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനൊരു ചെറിയ ഒരു മോഹവില കൊടുത്താണ് ഇതിനെ സ്വന്തമാക്കിയത്. പക്ഷേ എനിക്കിതിന് ഒത്തിരി അങ്ങ് ഒരു സൗന്ദര്യമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും തോന്നിയില്ല. ഒരു വെറൈറ്റി ചെടി എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു കമ്പമേ അതിനോട് തോന്നിയിട്ടുള്ളൂ. എന്നിരുന്നാലും അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ സിറ്റൗട്ടിൽ മറ്റുള്ള ചെടികളുടെ കൂടെ അത് വെച്ചപ്പോൾ അതിന് മറ്റൊരു ഭംഗി ഉണ്ടായി. അപ്പം ആ സന്തോഷം നിങ്ങളെ ഒന്നറിയിക്കണ്ടേ? ഒരു പുതിയ ചെടി വന്നപ്പം അത് നിങ്ങളിലൊന്നും എത്തിച്ചില്ല എങ്കിൽ അതൊരു സങ്കടമായി പോകും. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റത്തില്ല. മറ്റുള്ള ചെടികളുടെ കൂട്ടത്തിൽ അത് വെച്ചപ്പോൾ അതൊരു വെറൈറ്റി ചെടിയായപ്പം അതെനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. എന്നിരുന്നാലും ഇത് വരുന്നവരെല്ലാം അയ്യോ ഇതെന്നാ പുതിയ സൈസിലെ ഓമയാണോ എന്നൊന്ന് ചോദിക്കാറുണ്ട്. എങ്കിലും വലിയ കൗതുകത്തോടെ ഞാൻ ഇതിനെക്കുറിച്ച് അവരോട് പറയാറുമുണ്ട്. ഈ ചെടി തന്നെ വെക്കുമ്പോൾ അത്ര ഭംഗി തോന്നാറില്ല. മറ്റുള്ള ചെടികളുടെ കൂടെ ഇത് നിൽക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ഒരു ആകർഷണീയം നമുക്ക് തോന്നാറുള്ളത്. എന്നിരുന്നാലും ഞാനിത് ആദ്യമായിട്ട് കാണുന്ന ഒരു പ്ലാന്റാണ്. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ഇത് സാധാ ചെടികൾ നടുന്നത് പോലെ തന്നെയാണ് നമ്മൾ നട്ടു വെച്ചേക്കുന്നത്.
മണ്ണും ചാണകപ്പൊടിയും കുറച്ച് ചകിരിച്ചോറും ഇട്ടാണ് നട്ടു വെച്ചേക്കുന്നത്. എന്നിട്ട് അധികം വെള്ളമൊന്നും കൊടുക്കാറില്ല. ഇടയ്ക്കിടയ്ക്ക് അത് അധികം വെയിലത്തോ ഒന്നും അല്ലാത്തത് കൊണ്ട് സിറ്റൗട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട്. അധികം നന ഇതിന് കൊടുക്കാറില്ല. അപ്പോഴിതൊക്കെയാണ് ഇന്നത്തെ ചെടിയുടെ വിശേഷങ്ങൾ. ഈ ചെടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ.